Hi everyone. So hope you're all doing great. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന് പറയുന്ന SSLC ഹിസ്റ്ററിയിൽ നിന്നുള്ള ആറാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഞ്ച് ക്വസ്റ്റ്യൻസ്. സോ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉൾപ്പെടുത്തിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ഏരിയാസ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഈ ഏരിയാസ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാനില്ല, എക്സാമിന് അടുത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും വൈകിക്കാണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, സോ സ്ട്രഗിൾ ആൻഡ് ഫ്രീഡത്തിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മഹാത്മാഗാന്ധി നടത്തിയ ഏർലി സ്ട്രഗിൾസ് ഏതൊക്കെയാണ്? അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം, 3 സ്ട്രഗിൾസ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ട്. അതും ആദ്യകാല സമരങ്ങളാണ് അതെല്ലാം. ഓക്കെ, അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. സ്ട്രഗിൾ ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ചമ്പാരൻ. ഓക്കെ, ഈ ഇൻഡിഗോ ഫാമേഴ്സിന്റെ ചമ്പാരനിലെ സ്ട്രഗിൾ ആണ് ഒന്നാമത്തെ സ്ട്രഗിൾ ആയിട്ട് പറയപ്പെടുന്നത്. അപ്പൊ ചമ്പാരൻ എന്ന് പറയുന്നത് എവിടെയാണ്? ബീഹാറിൽ. എന്നാണ് ഇത് ഉണ്ടായിരിക്കുന്നത്? 1917 ഇത് ഉണ്ടായിരിക്കുന്നത്. സോ ഇവിടെ ഏതാണ് ശരിക്കും സ്ട്രഗിളിന് വേണ്ടി യൂസ് ചെയ്ത മെത്തേഡ്? എന്താണ്? ഡിസൊബീഡിയൻസ്. ഓക്കെ, ഡിസൊബീഡിയൻസ്. ഒബേ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കുക. പക്ഷെ ഡിസൊബീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ അനുസരണ ഇല്ലായ്മ. എന്താണോ കമ്പനി പറയുന്നത് അതിനെയെല്ലാം എതിർക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അതേപോലെ തന്നെ സത്യാഗ്രഹം. ഈ രണ്ടുമാണ് ഈ പറയുന്ന ചമ്പാരനിലെ ഇൻഡിഗോസ് ഫാമേഴ്സിന്റെ സ്ട്രഗിളിൽ യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഇമ്പാക്ട് എന്താണ്? ദ കമ്പൽ ദി അതോറിറ്റീസ് ടു പാസ് ദ ലോസ് ഇൻ ഫേവർ ഓഫ് ദി ഇൻഡിഗോ ഫാമേഴ്സ്. ഇൻഡിഗോ ഫാമേഴ്സിന് ഫേവർ ആയിട്ടുകൊണ്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതോറിറ്റീസ് നിർബന്ധിതരായി എന്നാണ് പറയുന്നത്. സോ ഏർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധി ഇൻ ഇന്ത്യ, അതിൽ ആദ്യത്തെ സ്ട്രഗിൾ നമ്മൾ പഠിച്ചു. ഏതാണ്? ഇൻഡിഗോ ഫാമേഴ്സിന്റെ ചമ്പാരനിലെ സ്ട്രഗിൾ. ചമ്പാരൻ എന്ന് പറയുന്നത് ബീഹാറിലാണ്. 1917 ഇത് ഉണ്ടായത്. 2 മെത്തേഡാണ് ഇവർ ഇതിൽ അഡോപ്റ്റ് ചെയ്തത്, ഡിസൊബീഡിയൻസും സത്യാഗ്രഹം. സോ ഇതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് കമ്പൽ ദി അതോറിറ്റീസ് ടു പാസ് ദ ലോസ് ഇൻ ഫേവർ ഓഫ് ദി ഇൻഡിഗോ ഫാമേഴ്സ്. ഇൻഡിഗോ ഫാമേഴ്സിന് ഫേവർ ആയിക്കൊണ്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ അത് പാസ് ചെയ്യാനായിട്ട് അതോറിറ്റീസ് നിർബന്ധിതരായി. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. അഹമ്മദാബാദിലെ കോട്ടൺ മിൽ വർക്കേഴ്സിന്റെ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. സോ ഗുജറാത്തിലാണ് നമ്മുടെ അഹമ്മദാബാദ്. അവിടെ 1918 ഉണ്ടായത്. ചമ്പാരനിലെ ആണെങ്കിൽ 1917 പക്ഷെ ബാക്കി 2 സ്ട്രഗിളും എപ്പോഴാണ്? 1918 തന്നെയാണ്. അപ്പൊ അഹമ്മദാബാദിലെ കോട്ടൺ മിൽ വർക്കേഴ്സിന്റെ സ്ട്രഗിൾ ഉണ്ടാവാൻ കാരണം എന്താണ്? സോ ഡിനയൽ ഓഫ് എ പ്ലേഗ് ബോണസ്. അന്ന് കറുത്ത മരണം എന്ന് പറയുന്ന ഒരു പ്ലേഗ് എന്ന് പറയുന്ന ഒരു അസുഖം അവിടെ മുഴുവൻ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു പ്ലേഗ് ബോണസ് അവിടെ വർക്കേഴ്സിന് കൊടുത്തിരുന്നു. പക്ഷെ അഹമ്മദാബാദിലെ കോട്ടൺ മിൽ വർക്കേഴ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവർക്കത് ഡിനൈ ചെയ്യപ്പെട്ടിരുന്നു. ഓക്കെ, അത് അവർക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ളൊരവസ്ഥയായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ അഡോപ്റ്റ് ചെയ്ത സെയിം തന്നെയാണ്, ഡിസൊബീഡിയൻസും സത്യാഗ്രഹമാണ്. ഇതിന്റെ ഇമ്പാക്ട് എന്താണ്? ദി അതോറിറ്റീസ് അഗ്രി ടു ഹൈക്ക് ദി വേജസ് ഓഫ് ദി എംപ്ലോയീസിന്റെ വേജ് ഉയർത്താൻ, ഓക്കെ, ഹൈക്ക് ചെയ്യാൻ ആര് നിർബന്ധിതരായി? അതോറിറ്റീസ് നിർബന്ധിതരായി എന്നുള്ളത് വേണം ഇവിടെ ആലോചിക്കാൻ. അപ്പൊ അഹമ്മദാബാദിലെ കോട്ടൺ മിൽ വർക്കേഴ്സിന്റെ സ്ട്രഗിൾ ഉണ്ടായിരിക്കുന്നത് 1918 ഗുജറാത്തിലാണ്. സോ ഇതിനുള്ള കാരണം എന്താണ്? ഡിനയൽ ഓഫ് എ പ്ലേഗ് ബോണസ് ആണ്. സോ വേ ഓഫ് സ്ട്രഗിൾ എന്ന് പറയുന്നത് ഡിസൊബീഡിയൻസ് ആൻഡ് സത്യാഗ്രഹമാണ്. ആൻഡ് ഫൈനലി ദ ഇമ്പാക്ട് എന്ന് പറയുന്നത് അതോറിറ്റീസ് അഗ്രി ടു ഹൈക്ക് ദ വേജസ് ഓഫ് ദി എംപ്ലോയീസിന്റെ വേജ് ഹൈക്ക് ചെയ്യാൻ ആര് കാരണമായി? ഈ പറയുന്ന സ്ട്രൈക്ക് നടത്തിയത് കൊണ്ട് അതോറിറ്റീസ് ഈ പറയുന്ന എംപ്ലോയീസിന്റെ വേജ് കൂട്ടിക്കൊടുത്തു. ഇനി മൂന്നാമത്തെ നോക്കാം, പെസൻ സ്ട്രഗിൾ ഇൻ ഖേദ. ഖേദയിലെ പെസൻ സ്ട്രഗിൾ ആണ്. അത് എന്നാ ഉണ്ടായത്? 1918 ഉണ്ടായത്. അതും എവിടെ തന്നെയാണ്? ഗുജറാത്തിലാണ് ഈ പറയുന്ന ഖേദ എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ ഇതിന്റെ കാരണം എന്ന് പറയുന്നത്, ഡ്യൂ ടു ഡ്രോട്ട് ആൻഡ് ക്രോപ്പ് ഫെയിലിയേഴ്സ്, ഫാമേഴ്സ് ഇൻ ഖേദ വർ ലിവിങ് ഇൻ അട്ടർ മിസറി. ശരിയല്ലേ? നല്ല രീതിയിൽ വരൾച്ചയും അതേപോലെ തന്നെ വിളനാശവും എല്ലാം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാർമേഴ്സ് എന്ന് പറയുന്നത് ഇതിനെ പ്യുവർലി ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പൊ ഇവർക്ക് ഇത് രണ്ടും ഉണ്ടായപ്പോ അവരുടെ ജീവിതം ഭയങ്കര ദുരിതത്തിലായി. ഇവിടെ ഇവര് ഫോളോ ചെയ്തിരുന്ന വേ ഓഫ് സ്ട്രഗിൾ എന്ന് പറയുന്നത് സത്യാഗ്രഹ ആൻഡ് ഡിനയൽ ഓഫ് ടാക്സ് ആണ്. ഓക്കെ, ഡിനയൽ ഓഫ് ടാക്സും സത്യാഗ്രഹയാണ് ഇവിടെ ഫോളോ ചെയ്തിരുന്ന മെത്തേഡ് ഓഫ് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ ഇമ്പാക്ട് ആയിട്ട് എന്താ പറയുന്നത്? ദി അതോറിറ്റീസ് വർ ഫോഴ്സ്ഡ് ടു റെഡ്യൂസ് ദി ടാക്സ് റേറ്റ് കുറയ്ക്കാൻ അതോറിറ്റീസ് നിർബന്ധിതരായിരുന്നു. അപ്പൊ ഖേദയിലെ പെസൻ സ്ട്രഗിൾ 1918 ഗുജറാത്തിൽ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടായത്. ഡ്രോട്ടും ക്രോപ്പ് ഫെയിലിയറും കാരണം എന്താണ്? ഖേദയിലെ ഫാമേഴ്സ്
സോ അവർ ശരിക്കും ഒരു അട്ട മിസറിയിൽ തന്നെ എത്തിപ്പെട്ടു. സോ ഇവിടെ മേ ഓഫ് സ്ട്രഗിൾ എന്ന് പറയുന്നത് സത്യാഗ്രഹ ആൻഡ് ഡിനയൽ ഓഫ് ടാക്സ് ആണ്. ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് അതോറിറ്റീസ് വർ ഫോഴ്സ്ഡ് ടു റെഡ്യൂസ് ദി ടാക്സ് റേറ്റ് കുറയ്ക്കാൻ അതോറിറ്റീസ് നിർബന്ധിതരായി. അപ്പൊ 3 സ്ട്രഗിൾസ് നമ്മൾ പറഞ്ഞു. ഇൻഡിഗോ ഫാമേഴ്സിന്റെ ചമ്പാരനിലെ 1917 ആണ്. അഹമ്മദാബാദിലെ കോട്ടൺ മിൽ വർക്കേഴ്സിന്റെ സ്ട്രഗിൾ 1918 ഇൻ ഗുജറാത്ത്. പെസൻ സ്ട്രഗിൾ ഇൻ ഖേദ ഗുജറാത്ത് 1918 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത് 3 ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ സെറ്റ് ആക്കി. ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. വാട്ട് വർ ദി ഫീച്ചേഴ്സ് ഓഫ് ദി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്? ഓക്കെ, എന്തൊക്കെയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? The first national movement of the Indian National Congress led by Gandhi. So ഇവിടെ 2 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉള്ളത്. ഒരു 1 വേർഡ് ക്വസ്റ്റ്യനും സാധ്യതയുണ്ട്, ഒരു 3 മുതൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യനും സാധ്യതയുണ്ട്. എന്താണ് 1 വേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് വിച്ച് വാസ് ദ ഫസ്റ്റ് നാഷണൽ മൂവ്മെന്റ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലെഡ് ബൈ ഗാന്ധിജി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കീഴിൽ നടന്ന ആദ്യത്തെ നാഷണൽ മൂവ്മെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ്. ഓക്കെ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോയേഴ്സ് ഷോൾ ബോയ്ക്കോട്ട് കോർട്ട്. ലോയേഴ്സ് കോർട്ട് ബഹിഷ്കരിച്ചു. ദ പബ്ലിക് ഷോൾ ബോയ്ക്കോട്ട് ഫോറിൻ പ്രൊഡക്ട്സ്. പബ്ലിക് എന്ത് ചെയ്തു? ഈ പറയുന്ന ഫോറിൻ പ്രൊഡക്ട്സ് എല്ലാം ബോയ്ക്കോട്ട് ചെയ്തു. എലക്ഷൻസ് ബോയ്ക്കോട്ട് ചെയ്തു. റിട്ടേണിംഗ് ദ ബ്രിട്ടീഷ് അവാർഡ്സ് ആൻഡ് പ്രൈസസ്. ബ്രിട്ടീഷുകാരുടെ അവാർഡുകളും പ്രൈസുകളും എല്ലാം റിട്ടേൺ ചെയ്തു കൊടുത്തു. ദെൻ ഡിനയൽ ഓഫ് ടാക്സസ്. ടാക്സ് അടയ്ക്കാതിരുന്നു. സ്റ്റുഡൻസ് ഷോൾ ബോയ്ക്കോട്ട് ഇംഗ്ലീഷ് സ്കൂൾസ്. സ്റ്റുഡൻസ് ഷാൾ ബോയ്ക്കോട്ട് ഇംഗ്ലീഷ് സ്കൂൾസ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഈ പറയുന്ന വിദ്യാർത്ഥികൾ പോലും ബഹിഷ്കരിച്ചു. ഇതൊക്കെയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഫീച്ചർ. പക്ഷേ ഇത് ഡയറക്റ്റ് ആയിട്ട് ഫീച്ചേഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് മാത്രം എഴുതിയാൽ മതി. ലോയേഴ്സ് ഷാൾ ബോയ്ക്കോട്ട് കോർട്ട്, അതേപോലെ തന്നെ പബ്ലിക് ഷാൾ ബോയ്ക്കോട്ട് ഫോറിൻ പ്രൊഡക്ട്സ്, ബോയ്ക്കോട്ട് ഇലക്ഷൻ, റിട്ടേണിംഗ് ദ ബ്രിട്ടീഷ് അവാർഡ്സ് ആൻഡ് പ്രൈസസ്, ഡിനയൽ ഓഫ് ടാക്സസ്, സ്റ്റുഡൻസ് ഷാൾ ബോയ്ക്കോട്ട് ഇംഗ്ലീഷ് സ്കൂൾസ് എന്നുള്ള രീതിയിൽ എഴുതിയാൽ മതി. പക്ഷേ നമുക്ക് മെജോറിറ്റി എക്സാമിന് ചോദിക്കാറുള്ളത് എങ്ങനെയാണ്? സോ വാട്ട് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ഹൗ ഇന്ത്യൻ സൊസൈറ്റി റെസ്പോണ്ടഡ് ടു ഗാന്ധിജീസ് അപ്പീൽ ഫോർ നോൺ കോപ്പറേഷൻ? അപ്പൊ ഗാന്ധിജി തുടങ്ങി വെച്ചതാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഇതിനെ ജനങ്ങൾ എങ്ങനെയാണ് ഇതിനോട് റെസ്പോണ്ട് ചെയ്തത്, അല്ലെങ്കിൽ ഇതിനെങ്ങനെയാണ് ഗാന്ധിജിയുടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത് എന്നുള്ളതിന് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ എന്താണ്? സോ ഇതിലെ ചിലതൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ലോയേഴ്സ് ബോയ്ക്കോട്ടഡ് കോർട്സ്, അതേപോലെ സ്റ്റുഡൻസ് ക്വിറ്റഡ് കോളേജസ് ആൻഡ് സ്കൂൾസ് റൺ ബൈ ബ്രിട്ടീഷ്, വർക്കേഴ്സ് സ്ട്രക്ക് വർക്ക്. ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൽ പഠിച്ച ഫീച്ചേഴ്സ് പോലെ തന്നെ എഴുതാം. പക്ഷേ ഇവിടെ ഒരു ഡിനയൽ ഓഫ് ടാക്സസ് എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു. അവിടെ നമ്മൾ എഴുതേണ്ടത് ഫാമേഴ്സ് ഇൻ അവധ് refused to pay taxes. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മക്കളെ. സോ ഫാമേഴ്സ് ഇൻ അവധ് refused to pay the taxes. ഈ പറയുന്ന അവധിയിലെ ഫാർമേഴ്സ് ടാക്സ് അടയ്ക്കാൻ വിസമ്മതിച്ചു. The tribal groups in northern Andhra entered the forest and collected the forest produce, violating the forest law. ഫോറസ്റ്റ് ലോ വയലേറ്റ് ചെയ്തുകൊണ്ട് നോർത്തേൺ ആന്ധ്രയിൽ നിന്നുള്ള ട്രൈബൽ ഗ്രൂപ്പ് ഫോറസ്റ്റിലേക്ക് കടക്കുകയും ഫോറസ്റ്റിലെ സാധനങ്ങൾ കളക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതൊരു എക്സാമ്പിൾ ആണ്. ദെൻ ഫാമേഴ്സ് ഇൻ ഉത്തർപ്രദേശ് refused to carry the luggage of colonial officials. കൊളോണിയൽ ഒഫീഷ്യൽസിന്റെ ലഗേജ് എടുക്കാൻ ഈ പറയുന്ന ഉത്തർപ്രദേശിലെ ഫാർമേഴ്സ് വിസമ്മതിച്ചു. ഓക്കെ, ഇനി ദ പബ്ലിക് ഇൻക്ലൂഡിംഗ് വുമൻ ബേൺ ഫോറിൻ ക്ലോത്ത്സ് ഓൺ ദ സ്ട്രീറ്റ്. അതായത് സ്ത്രീകൾ അടക്കമുള്ള പൊതുജനങ്ങൾ എന്ത് ചെയ്തു? ഈ പറയുന്ന ഫോറിൻ വിദേശ വസ്ത്രങ്ങൾ സ്ട്രീറ്റുകളിൽ കൊണ്ടുപോയിട്ട് കത്തിച്ചു എന്നാണ് പറയുന്നത്. സോ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെയാ ഫീച്ചേഴ്സ് എന്നുള്ളത് നമ്മൾ നോക്കി. അതേപോലെ അതിനുള്ള എക്സാമ്പിളും നോക്കി. എക്സാമ്പിളാണ് നമുക്ക് കൂടുതൽ ചോദിക്കാറ് എന്ന് പറഞ്ഞു. പക്ഷെ ഇതിന്റെ എഫക്റ്റ് എന്താണ്, ഇതിന്റെ റിസൾട്ട് എന്താണ്, ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. So Gandhiji called for the construction work along with the boycott in the time of non-cooperation movement. Non-cooperation movement സമയത്ത് നമ്മൾ ഗാന്ധിജി പറഞ്ഞിരുന്നു ഉപേക്ഷിക്കൂ, ബഹിഷ്കരിക്കൂ, ഇതൊന്നും ഉപയോഗിക്കേണ്ട എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഗാന്ധിജി എന്തും കൂടെ പറഞ്ഞു? കൺസ്ട്രക്ഷൻ വർക്കും കൂടെ നടത്തണം. ഗാന്ധിജി called for construction work along with the boycott in the time of non-cooperation movement. non-cooperation movementന്റെ സമയത്ത് ബോയ്ക്കോട്ട് ചെയ്യുന്നതോടൊപ്പം ഒരു കൺസ്ട്രക്ഷൻ വർക്കും കൂടി ഗാന്ധിജി തുടങ്ങി വെച്ചു. Inspired by this, people began to make indigenous products, spin khadi cloth using charka. അപ്പൊ എന്തൊക്കെ ചെയ്തു? ഈ പറയുന്ന ഇൻഡിജിനസ് ആയിട്ടുള്ള നമ്മുടെ തനതായിട്ടുള്ള പ്രൊഡക്ട്സ് നിർമ്മിക്കാൻ തുടങ്ങി. ഖാദി, ഓക്കെ, ഈ പറയുന്ന ചർക്ക ഉപയോഗിച്ച് ഖാദി വസ്ത്രങ്ങളൊക്കെ നെയ്തെടുക്കാൻ തുടങ്ങി. എസ്റ്റാബ്ലിഷ് നാഷണൽ സ്കൂൾസ് ആൻഡ് പോപ്പുലറൈസ് ഹിന്ദി. നാഷണൽ സ്കൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്തു, അതേപോലെ തന്നെ ഹിന്ദി പോപ്പുലറൈസ് ചെയ്യുകയും ചെയ്തു. സ്റ്റുഡൻസ് ഹു ബോയ്ക്കോട്ടഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വർ അട്രാക്റ്റഡ് ടു നാഷണൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആരൊക്കെയാണോ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് കോളേജുകൾ, ഇതൊക്കെ ബ്രിട്ടീഷുകാര് റൺ ചെയ്യുന്ന ഇംഗ്ലീഷ് സ്കൂൾസും കോളേജസും ഒക്കെ ബോയ്ക്കോട്ട് ചെയ്തു. But at the same time, they were attracted to national educational institutions. അങ്ങനെ തുടങ്ങിയ
നാഷണൽ സ്കൂൾസിന് എക്സാമ്പിൾ ആണ് ഇത് മൂന്നെണ്ണം. കാശി വിദ്യാപീഠ്, ഗുജറാത്ത് വിദ്യാപീഠ് ആൻഡ് ജാമിയ മില്ലിയ. ഇത് മൂന്നെണ്ണാണ് ആ സമയത്ത് തുടങ്ങിയ നാഷണൽ സ്കൂൾസ്, അല്ലെങ്കിൽ നാഷണൽ പെർസ്പെക്റ്റീവോട് കൂടി തന്നെ തുടങ്ങിയ സ്കൂൾസ് എന്ന് പറയുന്നത് ഇത് മൂന്നുമാണ്. കാശി വിദ്യാപീഠ്, ഗുജറാത്ത് വിദ്യാപീഠ് ആൻഡ് ജാമിയ മില്ലിയ. ഓക്കെ, സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് അടുത്തൊരു ഏരിയയിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഏരിയ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇൻ ബിറ്റ്വീൻ ഒരു ചെറിയ ലാഗ് ഉണ്ടായി. ഐ എം റിയലി സോറി ഫോർ ഇറ്റ്. അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എക്സാമിൻ ദ റീസൺസ് വൈ ഗാന്ധിജി സെലക്ടഡ് സോൾട്ട് ആസ് എ പവർഫുൾ വെപ്പൺ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധിജി എന്താണ് സാൾട്ട് എന്ന് പറയുന്നതിനെ ഒരു സമരായുധമായി ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? സോ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോൾട്ട് ടാക്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് 2/5 പോർഷൻ ഓഫ് ദി ഇൻകം കളക്ടഡ് ബൈ ദ ബ്രിട്ടീഷ് ത്രൂ ടാക്സസ്. അതായത് ബ്രിട്ടീഷുകാർ ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്, അതിൽ 2% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏത് ഭാഗത്തു നിന്നാണ്? സോൾട്ട് ടാക്സ് നിന്നാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് സോൾട്ടിനെ ഒരു സമരായുധമാക്കിയത്. ദിസ് ടാക്സ് വാസ് എ ഹെവി ബർഡൻ ഫോർ ദ പുവർ പീപ്പിൾ. സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഉപ്പിന് വരെ നികുതി ചുമത്തുക എന്ന് പറയുന്നത് ഒരു ശരിക്കും ഒരു ഹെവി ബേർഡൻ ആയി മാറി. ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ബാൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡിജിനസ് സാൾട്ട് പ്രൊഡക്ഷൻ. ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തു? ചെറിയ തോതിൽ, ചെറിയ തോതിൽ ഈ പറയുന്ന സാൾട്ട് പ്രൊഡക്ഷൻ തനതായി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സാൾട്ട് പ്രൊഡക്ഷൻ നടത്തിയിരുന്നു. അതുപോലും ബ്രിട്ടീഷ് ഗവൺമെന്റ് അങ്ങോട്ട് ബാൻ ചെയ്തു. ദർ വാസ് 3-fold hike on salt price. അങ്ങനെ 3 ഇരട്ടി വില കൂടി. ഏതിന്? ഈ പറയുന്ന സാൾട്ടിന്റെ വില കൂടി, ടാക്സ് കാരണം. ദ ഡിമാൻഡ് ഫോർ salt lifting salt tax was a slogan suitable to inspire all segments of the society. അതുകൊണ്ട് തന്നെ ദ ഡിമാൻഡ് എന്ന് പറയുന്നത്, ഈ സാൾട്ട് ടാക്സ് എടുത്തു കളയുക എന്ന് പറയുന്നത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഇൻസ്പയർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്ലോഗനായി മാറി. Okay, examine the reasons why Gandhiji selected salt as a powerful weapon against the British. Salt tax constituted 2/5 portion of the income collected by the British through taxes. This tax was a heavy burden for the poor people. The British government banned the small-scale indigenous salt production, and there was 3-fold hike on salt price. And the demand for lifting salt tax was a slogan suitable to inspire all segments of the society. Okay, so let's move on to the another important area. So അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഏരിയ ആണ് ഇത്, ബ്രിട്ടീഷ് ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ക്വിറ്റ് ഇന്ത്യയിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. പക്ഷേ നമുക്ക് ഇവിടെ ഒരു 2-3 ക്വസ്റ്റ്യൻ ഏരിയ അഡീഷണലി പഠിക്കണം. നമ്മളൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ പഠിച്ചിരുന്നു നോൺ കോപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. എന്തായിരുന്നു അത്? സോ ഈ പറയുന്ന നമ്മുടെ ഗാന്ധിജിയുടെ കീഴിൽ, നോൺ കോപ്പറേഷന്റെ നേതൃത്വത്തിൽ ഗാന്ധിജിയുടെ കീഴിൽ നടന്ന ആദ്യത്തെ നാഷണൽ മൂവ്മെന്റ് ആയിരുന്നു നോൺ കോപ്പറേഷൻ. പക്ഷെ ലാസ്റ്റത്തെ നാഷണൽ മൂവ്മെന്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ക്വിറ്റ് ഇന്ത്യ ആണ്. ഓക്കെ, അപ്പൊ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നാണ് ഉണ്ടായത്? 1942. ഓക്കെ, 1942 ബോംബെയിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? സോ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ് ഫസ്റ്റത്തെ നാഷണൽ മൂവ്മെന്റ് ലെഡ് ബൈ ഗാന്ധിജി, ആൻഡ് ദ ലാസ്റ്റ് നാഷണൽ മൂവ്മെന്റ് ലെഡ് ബൈ ഗാന്ധിജി അണ്ടർ ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഏതാണ്? ക്വിറ്റ് ഇന്ത്യ ആണ് കേട്ടോ, അത് മറക്കരുത്. ദി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വാസ് ദ ലാസ്റ്റ് പോപ്പുലർ പ്രൊട്ടസ്റ്റ് ഓർഗനൈസ്ഡ് ബൈ ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി. ഓക്കെ, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് പോലെ തന്നെ മറ്റൊരു പോപ്പുലർ ആയിട്ടുള്ള മൂവ്മെന്റ് ആണിത്. ഇനി എന്തൊക്കെ കാരണങ്ങളാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലേക്ക് നയിച്ചു നോക്കാം. സോ ഫസ്റ്റ് വൺ, റിലക്റ്റൻസ് ഓഫ് ദ ബ്രിട്ടീഷ് ടു ഇംപ്ലിമെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റീഫോംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലെവലില് മാറ്റങ്ങൾ കൊണ്ടുവരാൻ, ഭരണഘടനയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആര് വിസമ്മതിച്ചു? ഈ പറയുന്ന ബ്രിട്ടീഷുകാര്. ഇനി രണ്ടാമത്തതോ, പബ്ലിക് ഡിസ്കസ്ഡ് വിത്ത് പ്രൈസ് ഹൈക്ക് ആൻഡ് ഫാമിൻ. സാധനങ്ങളുടെ എല്ലാം വിലക്കയറ്റവും ക്ഷാമവും ഒക്കെ പിടിപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ആകെ അസംതൃപ്തരാകും. അതാണ് രണ്ടാമത്തെ കാരണം. ദ അസംഷൻ ദാറ്റ് ദ ബ്രിട്ടീഷ് വുഡ് ബി ഡിഫീറ്റഡ് ഇൻ ദ സെക്കൻഡ് വേൾഡ് വാർ. മൂന്നാമത്തെ കാരണം എന്താ? ബ്രിട്ടീഷുകാർ തോൽക്കപ്പെടും എന്നൊരു അസംഷൻ കേട്ടു. ഇതൊക്കെയാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലേക്ക് നയിച്ച ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ക്വിറ്റ് ഇന്ത്യയുടെ ഭാഗമായിട്ട് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയത്? ഒന്ന്, പ്രിൻസ്ലി സ്റ്റേറ്റ്സ്.
ഷാൾ റെക്കഗ്നൈസ് ദ സോവറിറ്റി ഓഫ് ദയർ പീപ്പിൾ. ഓക്കെ, ഈ പറയുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മുന്നിലേക്ക് വെച്ച കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ, അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ച കാര്യമാണ്. ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. എന്താണ്? പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ത് ചെയ്യണം? ഷാൾ റെക്കഗ്നൈസ് ദയർ സോവറിറ്റി ഓഫ് ദയർ പീപ്പിൾ. അവര് ഈ പറയുന്ന നാട്ടുരാജ്യങ്ങൾ അവരുടെ പരമാധികാരം, അവിടുത്തെ ജനങ്ങളുടെ പരമാധികാരം റെക്കഗ്നൈസ് ചെയ്യണം. ദെൻ ഫാമേഴ്സ് ഷാൾ നോട്ട് പേ ദ ലാൻഡ് ടാക്സ്. ലാൻഡ് ടാക്സ് ഫാമേഴ്സ് ഒരു കാരണവശാലും അടയ്ക്കരുത്. ഇനി ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഷാൾ ഡിസ്ക്ലോസ് ദയർ ലോയാലിറ്റി ഇൻ ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിത്തൗട്ട് റിസൈനിങ് ദയർ പൊസിഷൻസ്. നിങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും എന്തായിരിക്കണം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ഒരു ലോയൽറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് പക്ഷെ നിങ്ങൾ അവിടെ അവരുടെ ജോലി റിസൈൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. So without quitting their positions in the army, soldiers shall disobey orders to shoot and kill Indians. അവരുടെ പൊസിഷന് വിട്ടുപോവാതെ തന്നെ ആർമിയിലുള്ള സോൾജേഴ്സ് എന്ത് ചെയ്യണം? ഈ പറയുന്ന ഇന്ത്യൻസിനെ ഷൂട്ട് ചെയ്യാനോ കൊല്ലാനോ വേണ്ടി എന്തെങ്കിലും ഓർഡർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അനുസരിക്കാതിരിക്കണം. ഇഫ് പോസിബിൾ സ്റ്റുഡൻറ് ഷാൾ ബോയ്കോട്ട് എഡ്യൂക്കേഷൻ ടിൽ അറ്റൈനിങ് ഫ്രീഡം. പറ്റുമെങ്കിൽ വിദ്യാർത്ഥികളോട് ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്താണ്? നിങ്ങൾ എഡ്യൂക്കേഷൻ ബോയ്കോട്ട് ചെയ്യണം. ടിൽ അറ്റൈനിങ് ഫ്രീഡം, സ്വാതന്ത്ര്യം കിട്ടുന്നവരെ വിദ്യാഭ്യാസം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ് ഗിവൻ ടു ദ പീപ്പിൾ ബൈ ദ ഗാന്ധി ആസ് പാർട്ട് ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഓക്കെ, ഇനി ക്വിറ്റ് ഇന്ത്യ സ്ട്രഗിളില് മേജർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് കംപ്ലീറ്റ് ആയി. ബ്രിട്ടീഷ് ഗവൺമെന്റ് സപ്രസ് ദ മൂവ്മെന്റ് വെരി സിവിയർലി, വളരെ ക്രൂരമായിട്ട് അടിച്ചമർത്തി. അറസ്റ്റഡ് ദ ലീഡേഴ്സ് ഇൻക്ലൂഡിംഗ് മഹാത്മാഗാന്ധി പോലുള്ള ലീഡേഴ്സിനെ വരെ അറസ്റ്റ് ചെയ്തു. ഇൻ പ്രൊട്ടസ്റ്റ് ദി അൺകൺട്രോൾഡ് മോബ് ഡിമോളിഷ്ഡ് ദി ഗവൺമെന്റ് ഓഫീസേഴ്സ്, ഇലക്ട്രിക് ലൈൻസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. സോ ഇതിനോടുള്ള ഒരു പ്രൊട്ടസ്റ്റ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു? ഈ പറയുന്ന അക്ഷമരായ ജനക്കൂട്ടം, അൺകൺട്രോൾഡ് മോബ് എന്ത് ചെയ്തു? ഡിമോളിഷ്ഡ് ദി ഗവൺമെന്റ് ഓഫീസുകൾ, ഇലക്ട്രിക് ലൈൻസും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും എല്ലാം തള്ളി തകർത്തു. At the end of 1942, India was under the fire of public unrest. അങ്ങനെ മൊത്തം രാജ്യം മുഴുവൻ എന്തായി? ഒരു പോപ്പുലർ ആയിട്ട് അൺറെസ്റ്റിന്റെ വരുതിയിലായി. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന മെയിൻ പ്രപ്പോസൽസ് ഓഫ് മൗണ്ട് ബാറ്റൺ പ്ലാൻ, ഇതാണ് നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ചാപ്റ്ററിന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. സോ എന്തൊക്കെയാണ് മൗണ്ട് ബാറ്റൺ പ്ലാന്റെ പ്രപ്പോസൽസ് എന്നുള്ളത്? ടു ഫോം എ സെപ്പറേറ്റ് കൺട്രി ഇൻ മുസ്ലിം മെജോറിറ്റി ഏരിയ ആസ് പെർ ദ മുസ്ലിംസ് വിഷ്. മുസ്ലിംസിന്റെ താല്പര്യാർത്ഥം സോ ഒരു സെപ്പറേറ്റ് കൺട്രി, മുസ്ലിം മെജോറിറ്റി ഏരിയയിൽ ഒരു സെപ്പറേറ്റ് കൺട്രി മുസ്ലിംസിന് വേണ്ടി മാത്രമായിട്ട് നിർമ്മിക്കാം. ടു ഡിവൈഡ് പഞ്ചാബ് ആൻഡ് ബംഗാൾ, പഞ്ചാബിനെയും ബംഗാളിനെയും ഡിവൈഡ് ചെയ്യുക. To conduct a referendum to determine whether to add North-West Frontier Province to Pakistan or not. So ഈ പറയുന്ന North-West Frontier Province-നെ പാകിസ്ഥാനോടൊപ്പം ചേർക്കണോ വേണ്ടയോ എന്നുള്ളതിന് ഒരു റെഫറൻഡം തയ്യാറാക്കാം. And to appoint a commission to determine borders in Punjab and Bengal. പഞ്ചാബിലും ബംഗാളിലും ബോർഡേഴ്സ് ഡിറ്റർമൈൻ ചെയ്യാൻ ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യാം. ഇത്രയുമാണ് മൗണ്ട് ബാറ്റൺ പ്ലാനിലെ പ്രപ്പോസൽസ്. 4 മാർക്കിനാണ് നമുക്ക് ചോദിക്കാൻ സാധ്യത. 4 പോയിന്റ് പഠിക്കേണ്ടതുമുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ. while the Congress and the All India League approved this plan, കോൺഗ്രസും ഓൾ ഇന്ത്യ ലീഗും എല്ലാം ഈ ഒരു പ്ലാൻ അപ്രൂവ് ചെയ്തു. പക്ഷെ നാഷണലിസ്റ്റ് ലൈക്ക് ഖാൻ, അബ്ദുൽ ഖാഫർ ഖാൻ ഇതിനെ ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ ഒരു 5 ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഏർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധി ആയിരുന്നു. അത് പഠിക്കണം, വളരെയധികം ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് റിലേറ്റഡ് ആയിട്ട് പല രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്, അതിന്റെ എക്സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ട്, അതിന്റെ എഫക്ട്സ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഐ എം റിയലി സോറി. അതുകൂടാതെ പിന്നെ നമ്മൾ പഠിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്തുകൊണ്ടാണ് ഗാന്ധിജി സെലക്ടഡ് സോൾട്ട് ആസ് എ പവർഫുൾ വെപ്പൺ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ദെൻ പിന്നെ നമ്മുടെ ബ്രിട്ടീഷ് ക്വിറ്റ് ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ഫൈനലി ഈ പറയുന്ന മൗണ്ട് ബാറ്റൺ പ്ലാൻ എന്നുള്ള അതിലെ പ്രപ്പോസൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും വിചാരിക്കും. ഈ 5 ക്വസ്റ്റ്യൻസ് ഒരു കാരണവശാലും മിസ് ആക്കരുത് മക്കളെ. ഈ ചാപ്റ്ററിലെ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട 5 ഏരിയാസ്, ക്വസ്റ്റ്യൻ ഏരിയാസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. ഇതിൽ ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. 1 വേർഡിന്റെ ആണെങ്കിലും 3 മാർക്കിന്റെയും 4 മാർക്കിന്റെയും പോയിന്റ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിച്ചോളുക, നല്ല രീതിയിൽ റിവൈസ് ചെയ്തോളുക. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അടിപൊളിയായിട്ട് പഠിച്ചോളാം. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Keep watching and keep supporting. Thank you and have a nice day and all the best for your studies.